നമസ്കാരം കൂട്ടുകാരെ. പൂതനും തിറയും. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടോരുണ്ണി പിറന്നു. ഉണ്ണിക്കരയില് കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ടു മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ടു മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാലോ പേനരിച്ചാലോ തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ടു തങ്കക്കട്ടിലിൽ പട്ടു വിരിച്ചിട്ടു തണുതണെ പൂന്തുട തട്ടിയുറക്കിയിട്ടു ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലി. നിങ്ങളെല്ലാവരും LP-UP ക്ലാസ്സുകളിലെ മലയാളം ടീച്ചറെയും കൂട്ടുകാരെയും ഓർത്തു കാണുമല്ലേ? അതെ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയായ പൂതപ്പാട്ടിലെ വരികളാണിത്. മാതൃത്വത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്നതും പൂതത്തിൻ്റെ വികാരങ്ങൾ പങ്കുവയ്ക്കുന്നതുമായ ഈ കൃതി ഇടശ്ശേരിയുടെ പ്രധാന കവിതകളിൽ ഒന്നാണ്. ഇപ്പോൾ ഇവിടെ പൂതപ്പാട്ടിനെ കുറിച്ച് പറയാൻ കാരണമെന്താകുമെന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഇന്നത്തെ നമ്മുടെ വീഡിയോ പൂതനും തിറയുമാണ്. പലവിധമായ സാങ്കല്പിക കഥകളുടെ പൊട്ടിപ്പിരിഞ്ഞും കെട്ടിപ്പിടഞ്ഞും ഉണ്ടായ ഒരു ദേവതാ സങ്കല്പമാണ് ഈ കവിതയിലെ പൂതമെന്ന് ഇടശ്ശേരി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വള്ളുവനാട് പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന പൂതൻ എന്ന കലാരൂപവും അതിൻ്റെ മിത്തുമാണ് ഇടശ്ശേരി കവിതയായ പൂതപ്പാട്ടിൻ്റെ ആധാരം. അതുകൊണ്ടാണ് ഞാൻ ആ കവിത ചൊല്ലിക്കൊണ്ട് ഈ വീഡിയോയ്ക്ക് തുടക്കം കുറിച്ചത്. വടക്കൻ കേരളത്തിലെ തെയ്യങ്ങൾ, തെക്കൻ കേരളത്തിലെ പടയണി, മുടിയേറ്റ് എന്നിവ പോലെ വള്ളുവനാടൻ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ അനുഷ്ഠാനപരമായ നാടൻ കലാരൂപമാണ് പൂതൻ തിറ. വ്യക്തി ലോകനന്മയ്ക്കായി നടത്തുന്ന സമർപ്പണവും അതിൻ്റെ പ്രതിക്രിയയായി സമൂഹം വ്യക്തിക്കു നൽകുന്ന വരദാനവും ഈ അനുഷ്ഠാന കല പ്രതിനിധാനം ചെയ്യുന്നു. കേരളത്തിൽ ഭാരതപ്പുഴയുടെ ഇരുകരകളിലുമുള്ള പ്രദേശങ്ങളായ പഴയ വള്ളുവനാടൻ പ്രദേശങ്ങളിലും പഴയ കൊച്ചി രാജ്യത്തിൻ്റെ വടക്കുഭാഗവും ഇന്നത്തെ തൃശ്ശൂർ ജില്ലയിൽപ്പെടുന്ന പ്രദേശങ്ങളിലുമുള്ള കാവുകളിലെ ഉത്സവങ്ങളുടെ ഭാഗമായി നടത്തിവരുന്ന കലാരൂപമാണ് പൂതനും തിറയും. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്നറിയാമോ? ബ്രഹ്മാവിൻ്റെ വരദാനത്താൽ അഹങ്കാരിയായ ദാരികൻ ഋഷിമാരെയും ദേവന്മാരെയും മനുഷ്യരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. ഒടുവിൽ ദാരിക നിഗ്രഹത്തിനായി ശിവൻ ഭദ്രകാളി എന്ന ദേവതയെ സൃഷ്ടിച്ചു. അവതാരോദ്ദേശം നിറവേറ്റുന്നതിനായി ഭദ്രകാളി വേതാള വാഹനത്തിലേറി തിറ ഭൂതാദികളുടെ അകമ്പടിയോടെ യുദ്ധക്കളത്തിലെത്തി. ദാരികവധം കഴിഞ്ഞ ശേഷം ദേവി വേതാള വാഹനത്തിൽ മുന്നിലും തിറ ഭൂതാദികൾ പിന്നിലുമാണ് തിരിച്ചു വന്നിരുന്നത്. ഈ യാത്രയെ അനുസ്മരിക്കുന്നതാണ് പൂതൻ തിറ കളി എന്നാണ് ഐതിഹ്യം. മണ്ണാൻ സമുദായത്തിലെ ആണുങ്ങളാണ് പ്രധാനമായും തിറ എന്ന വേഷം കെട്ടാറുള്ളത്. പൂതത്തിന് വർണ്ണാഭമായ വസ്ത്രങ്ങളും തലയിൽ കുട്ടികൾക്ക് ഭയം ജനിപ്പിക്കുന്ന മട്ടിൽ ഉന്തി നിൽക്കുന്ന നാക്കും ഉണ്ടക്കണ്ണുകളുള്ള മുഖംമൂടിയോടുകൂടിയ കിരീടവും ഉണ്ടാകും. തിറയ്ക്ക് തലയിൽ കയറ്റി വെച്ച് വഹിക്കുന്ന വളരെ വലിപ്പമുള്ള കിരീടം മാത്രമാണ് ഉണ്ടാവുക. വലിപ്പം കൂടിയതിനാൽ മുടി, അതായത് കിരീടത്തിൻ്റെ രണ്ടറ്റങ്ങളിലും ഓരോ മുണ്ടിൻ്റെ ഓരോ അറ്റം ബന്ധിച്ച് മറ്റേ അറ്റങ്ങൾ കൈകളിൽ പിടിച്ച് തുലനം ചെയ്തുകൊണ്ടേ അവർക്ക് നൃത്തം ചെയ്യാനാവൂ. തിറയുടെ മുഖത്ത് അരിമാവ് കൊണ്ടും മറ്റും ചായം തേച്ചിരിക്കും. അരളിപ്പൂക്കൾ കൊണ്ടുള്ള അമ്പിളിപ്പൂമാലയും തിറ ധരിച്ചിരിക്കും. പൂതത്തിനും തിറയ്ക്കും കാലിൽ ചിലമ്പുകളും അരയിൽ മണികളുമുണ്ടാകും. ഇവർ നടക്കുമ്പോഴുണ്ടാകുന്ന ശ്രുതിമധുരമായ മണികിലുക്കവും ചിലമ്പൊലിയും കുംഭം മീനം മാസങ്ങളിലെ വള്ളുവനാടൻ ഗ്രാമങ്ങളെ സംഗീതസാന്ദ്രമാക്കുന്നു. ദേവീക്ഷേത്രങ്ങളിലെ വേല പൂരങ്ങളോടനുബന്ധിച്ച് പൂരത്തിന് 8-10 ദിവസം മുൻപ് മുതൽ ഇവർ വേഷമണിഞ്ഞ് അതതു ദേശങ്ങളിലെ എല്ലാ വീടുകളിലുമെത്തി കളിക്കുന്നു. പറയാണ് തിറയുടെ വാദ്യോപകരണം.
പൂതത്തിൻ്റേത് തുടിമേളവും. ഓരോ സംഘത്തിലും ഒന്നിൽ കൂടുതൽ പൂതങ്ങളും തിറകളും ഉണ്ടാവും. വീട്ടുമുറ്റങ്ങളിൽ ഇവരുടെ നൃത്തം വളരെ രസകരമാണ്. വീടുകളിൽ നിന്നും ഈ സംഘത്തിന് അരിയും നെല്ലും പണവും വസ്ത്രങ്ങളും സമ്മാനമായി കിട്ടും. ഒടുവിൽ പൂര ദിവസം അതത് ക്ഷേത്രങ്ങളിലെത്തി അവിടെയും കളിച്ച് ദേവീദർശനവും നടത്തി അവർ പിരിയുന്നു. തെക്കൻ മലബാറിലെ അനുഷ്ഠാന കലാരൂപമായ തിറയാട്ടവുമായി വള്ളുവനാടൻ പൂതൻ തിറയ്ക്ക് ബന്ധമില്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പഴമ്പാലക്കോട് മാങ്ങോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേല മഹോത്സവത്തിലെ പൂതനും തിറയുമാണ്. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. വീണ്ടും കാണാം.